ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓപ്പാമ്പാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അത് തീർക്കാം. ഓക്കെ, ഒരു നോട്ട് ഉണ്ട്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടി ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ratio of common mode gain divided by differential gain അല്ലേ? ഇതിന്റെ common mode rejection ratio. Common mode rejection ratio is the ratio of differential gain to the common mode gain. Is the ratio of differential gain to the common mode gain. In terms of dB, decibel ആണെങ്കിൽ common mode rejection ratio in decibel ആണെങ്കിൽ equal to 20 log to the base 10 differential gain to the common gain. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ്. ഫിൽറ്റേഴ്സ്. ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് a circuit which allows a certain frequency. A circuit which filters out, which filters a circuit which filters a circuit which filters certain frequencies. A circuit which filters certain frequencies. A circuit which filters certain frequencies. നമുക്ക് 4 തരം ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ലോ പാസ്, ഹൈ പാസ്, ലോ പാസ്, ഹൈ പാസ്, ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് പാസ്, ബാൻഡ് സ്റ്റോപ്പ്. ഇങ്ങനെ 4 തരം ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ഫിൽട്ടർ സർക്യൂട്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ആർ സി സർക്യൂട്ടാണ്. ആർ സി സർക്യൂട്ട്. ആർ സി സർക്യൂട്ട് ഇവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡ് സ്റ്റോപ്പിന് വേറെ പേരുണ്ടോ എന്ന്, ബാൻഡ് പാസ് ഫിൽറ്റർ അറിയില്ല, ഓർമ്മയില്ല. ഓക്കെ, ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആർ സി സർക്യൂട്ട് ആണ്. ആർ സി സർക്യൂട്ട് ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്
കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസ് ആണ്. കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇമ്പിഡൻസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എക്സ് സി ഈക്വൽ ടു 1/2π RC ആണ്. അല്ലല്ലോ, 1/2π RC അല്ല. കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ എഴുതി തന്നാണല്ലോ. 1/ωRC അല്ലേ? ഒമേഗ എന്ന് പറയുന്നത് 2πf, 1/2πf RC ഇതല്ലേ? ഓക്കെ. അപ്പം ഇതാണ് കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ. ഇവിടെ ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിലാണ്. അപ്പം ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് വന്നാൽ കപ്പാസിറ്റർ ഇമ്പിഡൻസ് കുറവായിരിക്കും. അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ കപ്പാസിറ്റർ യാതൊരു മടിയും കൂടാതെ കടത്തിവിടും. ലോ ഫ്രീക്വൻസി സിഗ്നൽസ് വരുമ്പോൾ കപ്പാസിറ്റർ ഒരു ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യും, തടഞ്ഞു വെക്കും. അത്രേ ഉള്ളൂ ഇതിന്റെ പുറകിലുള്ള ബിഹേവിയർ, ഇതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഇതൊക്കെ ആക്റ്റീവ് സർക്യൂട്ട്സ്, ഓപ്പാമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും ഒക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ. ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, ലോ പാസ് ഫിൽറ്റർ എങ്ങനെയായിരിക്കണം? ലോ പാസ് ഫിൽറ്റർ ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയണം. ഇതാണ് ഇൻപുട്ട് RC, ഇതാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് വരുന്ന സിഗ്നലില് ഇവിടെ എത്തുമ്പോൾ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽസിനെ കപ്പാസിറ്റർ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയും. ഇതാണ് ലോ പാസ് ഫിൽട്ടർ. ഇതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC ഈക്വൽ ടു 1/2π RC ആണ്. ദാറ്റ് ഈസ് ലോ ഫ്രീക്വൻസിനെ കടത്തിവിടും, ഹൈ ഫ്രീക്വൻസി കട്ട് ചെയ്ത് കളയും. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഗ്രാഫ് ഇതാണ്. ഇത് ഫ്രീക്വൻസി ആണ്. എക്സ് ആക്സിസിൽ എന്തായിരുന്നു? എക്സ് ആക്സിസിൽ ഗെയിൻ ആണ്. ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ആണ്. ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്. ഇതാണ് ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട്. ഇതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമുക്ക് ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ ആകുമ്പോൾ നമ്മളുടെ ഈ ലോ പാസ് ഫിൽറ്ററിനെ നമ്മളുടെ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് പാർട്ടിലേക്ക് കൊടുക്കണം. ദെൻ ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ. ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ ആവുമ്പോൾ ആ ലോ പാസ് ഫിൽറ്ററിന് ഒരു ഓപ്പാമ്പ് ഉണ്ടാവും. RF, R1, ഇത് നെഗറ്റീവ് ടെർമിനൽ, ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് ഔട്ട്പുട്ട്. ദെൻ നമ്മളുടെ ലോ പാസ് ഫിൽറ്ററിനെ എടുത്ത് ഇൻപുട്ടിൽ കണക്ട് ചെയ്യണം. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ലോ പാസ് ഫിൽറ്ററിനെ എടുത്ത് കണക്ട് ചെയ്യും. നിങ്ങൾ ഇതിനെ നിങ്ങൾ വേറെന്തെങ്കിലും പേര് കൊടുക്കണം. R' എന്ന് കൊടുത്തോ, ഫീഡ്ബാക്ക് പാത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും R' എന്ന് കൊടുത്തോ കേട്ടോ. ഫീഡ്ബാക്ക് പാത്തിലുള്ള
ഫീഡ്ബാക്ക് പാത്തിലുള്ള റെസിസ്റ്റൻസിനെ ആർ ഡാഷ് എന്ന് കൊടുത്തോ. നമുക്കിത് R1 എന്ന് കൊടുക്കണം. R1C1 സോറി, R1C1 എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പേരല്ലേ. ദെൻ ഇതാണ് ഇൻപുട്ട്, ലോ പാസ് ഫിൽട്ടർ. അത് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മളുടെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. ഇതാണ് സർക്യൂട്ട്. ഇതാണ് ഒരു ലോ പാസ് ഫിൽട്ടറിന്റെ ഐഡിയൽ സർക്യൂട്ട്. ഇത് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ആണ്. ഫസ്റ്റ് ഓർഡർ ലോ പാസ്. ഫസ്റ്റ് ഓർഡർ ലോ പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫിൽറ്ററേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഫിൽറ്റർ വെച്ചാൽ സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അങ്ങനെ കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കൊടുക്കണ്ട, ഇവിടെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത ഇതാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. ഇതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് F=1/2πR1C1 ആണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ R1 എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നിന്ന് നമ്മളുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് വരുന്ന റെസിസ്റ്റൻസ് ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം ഒരു പ്രോബ്ലം, ഇത് നമ്മളുടെ ഒരു ഐഡിയൽ ലോ പാസ് ഫിൽട്ടർ ആണ്. ജസ്റ്റ് ഒരു ഫിൽട്ടർ വരച്ചു എന്നേ ഉള്ളൂ. ഒരു ഫിൽട്ടർ വയ്ക്കുന്നു, ഒരു ആംപ്ലിഫയർ വെക്കുന്നു, ഒരു സാധാ ഒരു സർക്യൂട്ട്, ബേസിക് സർക്യൂട്ട്. പക്ഷെ നമ്മളുടെ പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽട്ടർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് ആ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. R1 എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നിന്ന് നമ്മളുടെ ഇൻപുട്ട് ടെർമിനലിലേക്ക് പോകുന്ന റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, ലോ പാസ് ഫിൽട്ടർ എങ്ങനെയാ? ഇൻപുട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോകും. അതിന്റെ ഇടയ്ക്ക് ഒരു കപ്പാസിറ്റർ അതിനെ ഫീഡ്ബാക്ക് ചെയ്യും. അങ്ങനെ നിങ്ങളൊന്ന് കരുതണേ, അങ്ങനെയാണ്. ഹൈ പാസ് ഫിൽട്ടർ ആണെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് കപ്പാസിറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ലോ പാസ് ഫിൽട്ടർ ആണെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വെച്ച് ഔട്ട്പുട്ടിലേക്ക് പോകും. അതിന്റെ ഇടയ്ക്ക് ഒരു ഫീഡ്ബാക്ക് പാത്തും ഉണ്ടാവും. ഇത് സത്യത്തിൽ ഒരു ഫീഡ്ബാക്ക് പാത്താണ് കപ്പാസിറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ 1/2πR1C വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -20 dB per decade ആണ്. -20 dB per decade. ഇതാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. ഇതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി FC. ഈ സ്ലോപ്പാണ് 20 dB per decade. നെഗറ്റീവ് സ്ലോപ്പാണ്, അപ്പം മുന്നിലൊരു മൈനസ് വരും. -20 dB per decade. ഓക്കെ, ദെൻ സെക്കൻഡ് ഓർഡർ ഒന്ന് വരയ്ക്കണം. സെക്കൻഡ് ഓർഡർ ഒന്നുമില്ല. ഐഡിയൽ കേസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല. 2 ഫിൽട്ടർ വരയ്ക്കുക. ഫിൽട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ആംപ്ലിഫൈ ചെയ്യുക. ഒന്നാമത്തെ ഫിൽട്ടറിങ് കഴിഞ്ഞപ്പം കുറച്ച് ഹയർ ഫ്രീക്വൻസി സിഗ്നൽസിനെ ഈ കപ്പാസിറ്റർ C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. ദെൻ നമുക്ക് കുറച്ചും കൂടെ ഫിൽട്ടർ ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാമതൊരു റെസിസ്റ്റൻസും ഒരു കപ്പാസിറ്ററും കണക്ട് ചെയ്യും. R2C2 രണ്ടാമത്തെ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കപ്പാസിറ്റർ കുറച്ചും കൂടെ ഹയർ ഫ്രീക്വൻസി സിഗ്നൽസിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയും. ദെൻ അതിന് നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. ഇവിടെ എന്താ RF, ഇവിടെ ഞാൻ R' എന്ന് കൊടുത്തു. ഗെയിൻ ഇതിനെ കണ്ടുപിടിക്കാൻ അറിയാലോ. ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇത് +or- VCC, ഇത് V ഔട്ട്.
ഓക്കെ, ഇതിന് നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് കിട്ടും, F1 F2. F1 ഈക്വൽ ടു 1/2π R1C1, F2 ഈക്വൽ ടു 1/2π R2C2. ദെൻ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി. ഒന്നാമത്തെ സ്ലോപ്പ് -20 dB പെർ ഡെക്കേഡ്, രണ്ടാമത്തെ സ്ലോപ്പ് -40 dB പെർ ഡെക്കേഡ്. ഒന്നാമത്തെ സ്ലോപ്പ് കട്ട് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് F1, രണ്ടാമത്തെ സ്ലോപ്പ് തുടങ്ങുന്ന ഫ്രീക്വൻസിയാണ് F2. F1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ F2. അതൊന്നും എഴുതണ്ട, സോറി, F2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ F1. F2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ F1. അത് ഇൻക്രീസിങ് അല്ലേ ഇങ്ങോട്ട്. ഇത് മതി. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ നോക്കട്ടെ കേട്ടോ. കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ അറിയാലോ, ഹയർ ഫ്രീക്വൻസിനെ കടത്തിവിടും. ഫേസ് ഡിഫറൻസ് produced by low pass filter is equal to phase difference phi equal to tan inverse f by fc, cutoff frequency, tan inverse f divided by fc. Okay, then low pass filter, ഇതിന്റെ ഗെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഗെയിൻ which is equal to V out divided by V in. അതാണല്ലോ ഗെയിൻ. V out divided by V in. നമ്മളുടെ ഒരു നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പ്, ഇത് വി ഇൻ. ഇതിന്റെ ഗെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1 + RF ഡിവൈഡഡ് ബൈ R1. 1 + RF ഡിവൈഡ് ബൈ R1 അല്ലേ ഒരു നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പിന്റെ ഗെയിൻ? നമ്മൾ അത് ചെയ്തിട്ടുള്ളതാണ്. സമീഹ എവിടെ എന്താ ചോദിച്ചത്? ഒന്നുകൂടെ പറയാൻ പറഞ്ഞേ. അല്ല, ഞാൻ ഇക്വേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ phi equal to tan inverse f divided by fc. fc എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി, അത്രയാണ് പറഞ്ഞോളൂ. ഓക്കെ, ദെൻ നമ്മൾ ഇതിന്റെ ഗെയിൻ കണ്ടുപിടിക്കണം. നമ്മളുടെ ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ നമ്മൾ ഉപയോഗിച്ചത് സർക്യൂട്ട് അനാലിസിസ് ആണ്. സർക്യൂട്ട് അനാലിസിസ് ഉപയോഗിച്ചപ്പം ഗെയിൻ എന്ന് പറയുന്നത് 1 + RF by R1 ആയിരുന്നു. ദാറ്റ് ഈസ് V0 divided by V in equal to 1 + RF by R1. ഇവിടെ V in എന്ന് പറയുന്നത് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഡയറക്റ്റ് കൊടുത്ത ഇൻപുട്ടാണ്. പക്ഷെ നമുക്ക് ഈ കേസിൽ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ഇൻപുട്ട് അല്ല, നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് വി ഇൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളുടെ സാധാ ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിന്റെ ഇക്വേഷൻ വി ഔട്ട് ബൈ വി ഇൻപുട്ട് എന്ന് പറയുന്നത് 1 + RF by R1 ആയിരുന്നു. അതിലെ വി ഇൻ എന്ന് പറയുന്നത് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന വോൾട്ടേജ് ആയിരുന്നു വി ഇൻ. നമ്മളുടെ ഈ കേസിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഫിൽട്ടർ സർക്യൂട്ടിന് ശേഷമാണ്. അതായത് ഈ ഫിൽട്ടർ സർക്യൂട്ടിന് ശേഷം
ഇവിടെ വരുന്ന ഇൻപുട്ട്, ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു 1+RF/R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഇവിടുത്തെ പ്രശ്നം എന്താ? എനിക്ക് ലോ പാസ് ഫിൽറ്ററിന്റെ ഗെയിൻ കണ്ടുപിടിക്കണം. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്, ആ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററും ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറും. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ഇതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് സർക്യൂട്ട് അനാലിസിസ് വെച്ച്. അതില് വി ഇൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ബട്ട് ഈ ഒരു മിനിറ്റ്, നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കണം. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ കണ്ടുപിടിക്കണം. നോൺ ഇൻവെർട്ടിംഗിന്റെ അല്ല, ഓപ്പാമ്പിന്റെ ഗെയിൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ടാസ്ക്. ഓപ്പാമ്പിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇത് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമ്മളുടെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് എ ഫിൽറ്റർ പ്ലസ് ഓപ്പാമ്പ് ആണ്. എന്ത് ഓപ്പാമ്പ്? നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പ്. ഇതാണ് നമ്മളുടെ സർക്യൂട്ട്, എ ഫിൽറ്റർ പ്ലസ് നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പ്. ഈ നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇതാണ്. അതില് വി ഇൻ എന്ന് പറയുന്നത് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്, ആണല്ലോ. നമ്മളുടെ ഇവിടുത്തെ സർക്യൂട്ടിൽ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നത് വി ഇൻ അല്ല. വി ഇൻ നമ്മൾ ഫിൽറ്ററിലാണ് കൊടുക്കുന്നത്. ആ ഫിൽറ്ററിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ പോകുന്നത്. അതായത് ഞാൻ ഇതിനെ വി എ എന്ന് വിളിച്ചു. അതായത് വി ഇൻപുട്ട് ഈ ഫിൽറ്ററിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞപ്പോൾ വി എ ആയി. ദെൻ ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട്പുട്ട് ബൈ വി എ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1+RF/R1. ഇതാണ് ഗെയിൻ. ഈ വി എ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ക്ലിയർ ആയോ? വി എയും വി ഇൻ എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ. വി എ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യും. വോൾട്ടേജ് ഡിവൈഡർ ആണ്. ദെൻ ആ വോൾട്ടേജ് ഡിവൈഡർ ആണെങ്കിൽ വി എ എന്താ? നമ്മളിവിടെ ഏത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കണ്ടെത്തുന്നത്. വി എ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പം വി എ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എക്സ് സി പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഇത് R1. ഇത് മനസ്സിലായോ? റബീഹ മൈക്കൊന്ന് ഓണാക്കിയ. റബീഹ, സമീഹ മൈക്കൊന്ന് ഓണാക്കി. ഈ സാധനം മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? എന്ത് മനസ്സിലായി? അതല്ല, ഇത് ഫുള്ള് മനസ്സിലായോ? ഞാനിവിടെ ഓക്കെ. അപ്പൊ നമ്മളുടെ ഇതെന്ന് പറയുന്നത് എന്താണ്? 1+RF/R1 എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്. അതില് വി എ എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന ഔട്ട്പുട്ട്. അതായത് ഈ വി എ കണ്ടെത്തണം. വി എ എന്ന് പറയുന്നത് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടാണ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണിത്. ഒരു വോൾട്ടേജ് ഡിവൈഡർ, രണ്ട് റെസിസ്റ്റൻസ്. നമുക്കിവിടെ
കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എടുക്കുന്നേ ഉള്ളൂ, R1 R2. ദെൻ R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2 എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ. അതേപോലെ നമ്മളുടെ ഇവിടുത്തെ VA എന്താ, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ദാറ്റ് ഈസ് VA ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇംപിഡൻസ് XC എന്ന് പറയുന്നത് 1/j⍵. ഞാൻ എന്താ ഇതിന്റെ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ഞാൻ എന്താ എഴുതി തന്നത്? അവിടെ R ഇല്ലല്ലോ, 1/j⍵c അല്ലേ ഉള്ളൂ. കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ഞാൻ എന്താ എഴുതി തന്നെ? സെമിഹ, കപ്പാസിറ്ററിന്റെ ഇംപിഡൻസിന്റെ ഇക്വേഷൻ ഞാൻ എന്താ എഴുതി തന്നെ? 1/j ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല, 1/⍵c അല്ലേ ഞാൻ എഴുതി തന്നിട്ടുള്ളൂ. R ഉണ്ടോ അവിടെ? ഇല്ല. ഒന്ന് പറയൂ ആരെങ്കിലും. R ഇല്ല. 1/⍵c, 1/2πc. ഒരു J എന്ന് പറയുന്നത് I തന്നെയാണ്. അങ്ങനെ ഒരു ടേം കൂടെ കിട്ടോ, 1/j⍵c. ഇതൊരു കോംപ്ലക്സ് ഫോമിലാണ് കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് കിടക്കുന്നത്. XC ഈക്വൽ ടു 1/j⍵c, 1/2πfc അങ്ങനെ എഴുതും. ഈ J ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, J ഇടും. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് പറയുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, 1/j⍵c. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് VA ഈക്വൽ ടു Vin ഇൻറ്റു 1/j⍵c ഡിവൈഡഡ് ബൈ R1 പ്ലസ് 1/j⍵c. ഇത് LCM ഒക്കെ എടുത്തു കഴിയുമ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും, Vin ഡിവൈഡ് ബൈ 1 പ്ലസ് j⍵R1C, R1C1 അല്ലേ, R1C1. ഇതാണ് VA. ഇതാണ് VA. ഇതാണ് VA. ഓക്കെ, ദെൻ ഞാൻ ഗെയിനിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. V0 ഡിവൈഡ് ബൈ VA ഈക്വൽ ടു 1 പ്ലസ് RF ബൈ R1. 1 പ്ലസ് RF ബൈ R ഡാഷ് ഇവിടെ, അതാണല്ലോ ഈ സൈഡില്. 1 പ്ലസ് RF ഡിവൈഡ് ബൈ R ഡാഷ്, അതായത് നമ്മളുടെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ. അതിനെ ഞാൻ AF എന്നെടുത്തു, ഫീഡ്ബാക്ക് ഗെയിൻ. ദെൻ V0 ഡിവൈഡ് ബൈ VA എന്ന് പറയുന്നത് AF ആണ്. VAക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V0 ബൈ Vin ഡിവൈഡ് ബൈ 1 പ്ലസ് j⍵R1C1 ഈക്വൽ ടു AF. ദാറ്റ് ഈസ് V0 ഡിവൈഡ് ബൈ Vin എന്ന് പറയുന്നത് AF ഡിവൈഡ് ബൈ 1 പ്ലസ് j⍵R1C1 ആണ്. ഇതാണ് ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ, ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ഗെയിൻ ഡിവൈഡ് ബൈ 1/j⍵R1C1. മനസ്സിലായോ? ഗെയിൻ
of first order low pass filter. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അത് ഞാൻ പറയാം. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽട്ടർ. പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, ഒരു മിനിറ്റ്, കഴിഞ്ഞില്ല. ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. വി നോട്ട് ഡിവൈഡ് ബൈ വി ഇൻ ഈക്വൽ ടു എ എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി. ഒരു കാര്യം R1 C1. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആ ഫേസ് ഡിഫറൻസ് പറഞ്ഞവിടെ ഈ എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി. എഫ് സി എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. സോറി, കപ്പാസിറ്ററിന്റെ അല്ല, നമ്മുടെ ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഞാൻ ഫേസ് ഡിഫറൻസ് പറഞ്ഞ അവിടെ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് ഡിവൈഡ് ബൈ എഫ് സി എന്ന് പറഞ്ഞല്ലോ. അതിൽ എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും എഫ് സി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷൻ എനിക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം. 1 എ എഫ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ എന്ന് പറയുന്നത് 2πf ആണ്. 2πf ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി R1 C1. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π R1 C1 ആണല്ലോ. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും, എ എഫ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ എഫ് സി. ഇങ്ങനെ കിട്ടും. ഗെയിൻ എന്ന് പറയുന്നത് മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് വി നോട്ട് ഡിവൈഡ് ബൈ വി ഇൻ മോഡുലസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ എഫിന്റെ മോഡുലസ് എ എഫ് തന്നെയാണ്. എ പ്ലസ് ഐ ബിയുടെ മോഡുലസ് എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ഐ ബിയുടെ മോഡുലസ്. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് സ്ക്വയർ ഡിവൈഡ് ബൈ എഫ് സി സ്ക്വയർ. മോഡുലസ് എങ്ങനെ എടുക്കുന്ന? എ പ്ലസ് ഐ ബി മോഡുലസ് ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. കോംപ്ലക്സ് കോൺജുഗേറ്റിന്റെ മോഡ് സ്ക്വയർ എടുക്കുന്നത്, സോറി, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മോഡ് സ്ക്വയർ എടുക്കുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുക്കുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. ഇതിനെ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതിയാൽ എ എഫ് ഡിവൈഡ് ബൈ 1 പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് സി മോഡ് സ്ക്വയർ. ഇതാണ് ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന്റെ ഗെയിൻ. എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി, എഫ് സി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇപ്പൊ എഫ് സി എന്ന് തന്നെ തരണം നിർബന്ധമൊന്നുമില്ല, എഫ് എച്ച് എന്ന് വരും, ഹയർ കട്ട് ഫ്രീക്വൻസി. ഒക്കെ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്റർ. പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്റർ. RF ഇത് C1. ഇതാണ് പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽട്ടർ. ബാക്കി ടേംസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻസ് ഒക്കെ സാധാ ലോ പാസ് ഫിൽട്ടറിന്റെ തന്നെയാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π R1 C1 ആണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലോ പാസ് ഫിൽട്ടറിൽ
ഇൻപുട്ട് ഒരു റെസിസ്റ്റൻസ് വെച്ചാണ്, സോറി, നമ്മൾ കൊടുക്കുന്ന സിഗ്നല് ഒരു റെസിസ്റ്റൻസ് വെച്ചാണ് ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ലോ പാസ് ഫിൽട്ടറിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നല് ഒരു റെസിസ്റ്റൻസിലൂടെയാണ് ഇൻപുട്ടിലേക്ക് പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു കപ്പാസിറ്ററിന്റെ ഫീഡ്ബാക്ക് പാത്തും ഉണ്ടാവും. ഇതങ്ങനെയല്ലേ? ഇവിടെ കപ്പാസിറ്റർ C1 എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് പാത്താണ്. ഓക്കെ, ബാക്കി ഇക്വേഷൻസ് ഒക്കെ അങ്ങനെ തന്നെ. ഗെയിൻ എന്ന് പറയുന്നത് എഫ് മറ്റേത് തന്നെ ഇവിടെ 1+RF/R1. AF ബൈ, സോറി, ഇവിടെ AF അതല്ല, ഇവിടെ AF ഇൻവെർട്ടിംഗ് ടെർമിനലിന്റെ AF ആണ്. ഓക്കെ, അത് എഴുതി വെക്കാം. A equal to AF divided by root of 1 plus F by 1 plus F by FC whole square. മോഡുലസ് ആണ്. ഓക്കെ, AF എന്ന് പറയുന്നത് RF divided by R1 ആണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ. ഇതാണ് പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽട്ടർ. വേറെ വ്യത്യാസമൊന്നുമില്ല, ഇത്ര വ്യത്യാസമുള്ളൂ. ഞാനിവിടെ മോഡുലസ് എടുത്തിട്ടുണ്ട്, അപ്പൊ മൈനസ് അങ്ങനെയാണ് പോയത്. വേറെ വ്യത്യാസമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽട്ടർ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതേ, ഒരു സർക്യൂട്ട് തന്നു. ഇങ്ങനത്തെ സർക്യൂട്ട് ഒന്നും അല്ല, കുറച്ച് കാണാൻ നല്ല സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സർക്യൂട്ട് തന്നു. ആ സർക്യൂട്ട് ഹൈ പാസ് ആണോ ലോ പാസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അതിന്റെ ഫ്രീക്വൻസിയും കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. അതായിരുന്നു പ്രോബ്ലം. ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിക്കാം ഹൈ പാസും കൂടെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സിഗ്നല് റെസിസ്റ്റൻസിലൂടെ ഇൻപുട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് ലോ പാസ് ആയിരിക്കും. ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റർ ആയിരിക്കണം. പിന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 1/2πR1C1. അതിൽ R1 എന്ന് പറയുന്നത് നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്. C1 എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് ആണ്. വേറെ കുറെ റെസിസ്റ്റൻസ് ഒക്കെ കൂടെ വരും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സാധനം മാത്രം നോക്കിയാൽ മതി കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടി. R1 എന്ന് പറയുന്നത് നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിലൂടെയാണ് ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലേക്ക് ചെല്ലുന്നത്. C1 എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ട്. ആ ഗെയിനിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ സാധാ ഐഡിയൽ ലോ പാസ് ഫിൽട്ടർ പറഞ്ഞപ്പോ ഗെയിൻ എന്ന് പറയുന്നത് AF എന്ന് പഠിച്ചാൽ മതി. AF എന്ന് പറയുന്നത് 1+RF/R1 ആയിരുന്നു. അത് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തിട്ടാ പഠിച്ചത്. പക്ഷെ ഒരു പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പൊ ഗെയിൻ എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ വരും. ഓക്കെ, ഇത് 1K, ഇത് 1K, ഇതും 1K, ഇത് 1 മൈക്രോഫാരഡ്, 1 മൈക്രോഫാരഡ്, ഇത് ഇൻപുട്ട്, ഇത് ഗ്രൗണ്ട്, ഇത് V0. If V input equal to 5 sin omega t, sorry, sin omega t അല്ല, 1000t, 5 sin 1000t. ഇതിൽ നിന്ന് ഇൻപുട്ട് ഫ്രീക്വൻസി കണ്ടെത്താൻ പറ്റും. ഫൈൻഡ് ഗെയിൻ, find gain and phase shift. Find gain and phase shift. തന്നെ ചെയ്യാം നമുക്ക്. ഇതാദ്യം ലോ പാസ് ഫിൽട്ടർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം.
ഐഡന്റിഫൈ ചെയ്യുന്ന പാടൊന്നുമില്ല. ഇൻപുട്ട് ഒരു റെസിസ്റ്റൻസ് വഴിയാണ് ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് പോകുന്നത്. കപ്പാസിറ്റർ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുത്തേക്കുവാണ്. മുൻസിന സുനു അയക്കൊന്ന് ഓണാക്കിയേ. ഇതെങ്ങനെ ചെയ്യും? ആദ്യം എഫ് സി കാണും. എഫ് സി എന്ന് പറഞ്ഞേ. FC 1/2 R1 C1. FC equal to 1/2 pi R1 C1. അപ്പൊ എന്ത് കിട്ടും? ആണ്. അങ്ങനെ എഴുതിയാൽ മതി. 1000/2 പൈ അത് എഴുതിയാൽ മതി. പിന്നെ എഫ് 2 പൈ ഒമേഗ. 2 പൈ ഒമേഗ. അത് 2000 പൈ അങ്ങനെ എഴുതാം. 2 പൈ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 1000. ഒരു മിനിറ്റ്. അല്ല, അല്ലല്ല, ഒമേഗ ഈക്വൽ ടു 2 പൈ എഫ് അല്ലേ? ഒമേഗ ഈക്വൽ ടു 2 പൈ എഫ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഒമേഗ ബൈ 2 പൈ. അപ്പൊ എന്ത് കിട്ടും? 1000/2 പൈ എന്ന് കിട്ടും. ഇവിടെ എന്താ കിട്ടിയത്? എഫ് സി ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. ഇനി ഫേസ് ഷിഫ്റ്റിന്റെ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു tan inverse f by fc. അപ്പൊ tan inverse 1. 1 tan inverse 1 എത്രയാ? 45 π/4. π/4 ആണ് ഇവിടുത്തെ ഫേസ് ഷിഫ്റ്റ്. ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഗെയിൻ ഈക്വൽ ടു ഫീഡ്ബാക്ക് ഗെയിൻ ഡിവൈഡ് ബൈ 1 പ്ലസ് √1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ. എഫ് ഡിവൈഡ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ. എഫ് ഇത് 1 ആണ്, അപ്പൊ 1 കിട്ടും. ദെൻ എ എഫ് ബൈ √2 എന്ന് കിട്ടും. എ എഫ് ഇവിടെ 1 അല്ലേ? ദെൻ ഗെയിൻ ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും. ആൻസർ 1/√2. ഓക്കെ, പ്രോബ്ലം മനസ്സിലായല്ലോ? ഓക്കെ, കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഞാൻ ഹൈ പാസ് ഫിൽറ്ററിലേക്ക് പോവാണ്. ഹൈ പാസ് ഫിൽറ്റർ, ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ. ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ.
നമുക്ക് ലോ പാസ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പോവാം. ആക്റ്റീവ് ഹൈ പാസ് ഫിൽട്ടർ. കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസിനെ കടത്തിവിടും. ഒരു സാധാ ഹൈ പാസ് ഫിൽട്ടർ എങ്ങനെയാ? സാധാ ഹൈ പാസ് ഫിൽട്ടർ എങ്ങനെയാ? ഇൻപുട്ട് കപ്പാസിറ്ററിലേക്ക് കടത്തിവിടും. ദെൻ കപ്പാസിറ്റർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലോ ഫ്രീക്വൻസി വരുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റൻസ് ഫീഡ്ബാക്ക് ചെയ്യും. ഇതാണ് ഒരു സാധാ ഹൈ പാസ് ഫിൽട്ടർ. ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഇതാണ് ഒരു സാധാ ഹൈ പാസ് ഫിൽട്ടർ. നിങ്ങൾക്ക് കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി മനസ്സിലായല്ലോ, പിന്നെ മനസ്സിലായി കൂടെ? ഹൈ പാസ് കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസിനെ കടത്തിവിടുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ തന്നെ ലോ ഫ്രീക്വൻസിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും ലോ ഫ്രീക്വൻസി കയറി വന്നാൽ അതിനെ കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ഫീഡ്ബാക്ക് ചെയ്യും. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ലോ പാസ് ഫിൽറ്ററിൽ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും ഹൈ പാസ് ഫിൽറ്ററിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. വലിയ കാര്യമില്ല. കട്ട് ഓഫ് ഫ്രീക്വൻസി 1/2πRC തന്നെ, 1/2πRC. ഇനി ഇതിനെടുത്ത് ഒരു ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ അത് ആക്റ്റീവ് ഹൈ പാസ് ഫിൽട്ടറായി. ഇതിനെടുത്ത് ഞാനൊരു ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. RF, R1, ഇതാണ് ആക്റ്റീവ് ഹൈ പാസ് ഫിൽട്ടർ. ഞാൻ ഇതിനെ R' എന്ന് വിളിക്കും കേട്ടോ. ഫീഡ്ബാക്കിലുള്ള ഞാൻ ഇതിനെ R1 എന്ന് വിളിച്ചു, ഇതിനെ C1 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതിന്റെ ഗെയിൻ കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഗെയിൻ കണ്ടുപിടിക്കണം. ആ ഗെയിൻ കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഗെയിൻ ഓഫ് ഹൈ പാസ് ഫിൽട്ടർ. ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇതിന്റെ ഗെയിൻ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കോ. വ്യത്യാസമുണ്ട് ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആരോട് ചോദിക്കാം? ഷാമില, ഒരു കാര്യം. നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിൽ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കുമോ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കുമോ വലുത്? ഹൈ പാസ് ഫിൽറ്ററിൽ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കുമോ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കുമോ വലുത്? ഹൈ പാസ് ഫിൽറ്ററിന്റെ ഗ്രാഫ് വരച്ചില്ലല്ലോ. ഗെയിന്, ഫ്രീക്വൻസി, ഇതല്ലേ ഹൈ പാസ് ഫിൽറ്റർ? ഇതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. നമ്മളുടെ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ റേഞ്ചിലായാൽ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അപ്പൊ എങ്ങനെയാ? ഇൻപുട്ട് ആയിരിക്കും ഗ്രേറ്റർ. ഓക്കെ, ഇൻപുട്ട് ആയിരിക്കും ഗ്രേറ്റർ. നമ്മളുടെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് φ = tan ഇൻവേഴ്സ് സംതിങ് ആണ്. ഈ സംതിങ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി തമ്മിലുള്ള റേഷ്യോ ആണ്. ഈ ടാൻ ഇൻവേഴ്സിന്റെ അകത്ത് വരുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണോ ലെസ് ദാൻ 1 ആയിരിക്കണോ? ലെസ് ദാൻ 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ വരും? ആ, അത്രേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് FC/F എന്ന് വരും. ഓക്കെ, നിങ്ങൾ ഗെയിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ലോ പാസിൽ ഇത് ഇങ്ങനെ ഒന്ന് നോക്കാം. ലോ പാസ് ഫിൽറ്ററിൽ ഷാമില എന്നാ പറയണേ? ലോ പാസ് ഫിൽറ്ററിൽ നമ്മളുടെ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കോ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കോ വലുത്? കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് വലുത്. ദെൻ φ = tan ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് നമ്മളുടെ ട്രിഗ്നോമെട്രിക് വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആണല്ലോ. അപ്പൊ ടാൻ ഇൻവേഴ്സ് അതിന്റെ അകത്ത് വരുന്നത് എങ്ങനെ വരും? ആ റേഷ്യോ ലെസ് ദാൻ 1 വരണമെങ്കിൽ F/FC വരും. ഇതാണ് ലോ പാസ് ഫിൽറ്ററിന്റെ ഫേസ്
ഡിഫറൻസിനുള്ള ഇക്വേഷൻ. ഹൈ പാസ് ഫിൽറ്ററിന്റെ ഇതിന്റെ നേരെ തിരിഞ്ഞു വരും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കാണും. ഏത് കട്ട് ഓഫ് ഫ്രീക്വൻസി മേളിലാണോ താഴെയാണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പൊ നമ്മൾ ഇത് ഒന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ അകത്ത് വരുന്ന സാധനം ലെസ് ദാൻ 1 ആയിരിക്കണം. അതിന്റെ അകത്ത് വരുന്ന സാധനം ലെസ് ദാൻ 1 ആവണമെങ്കിൽ ഗ്രേറ്റർ വാല്യൂ താഴെ വരണം. ലോ പാസ് ഫിൽറ്ററിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് വലുത്. ഹൈ പാസ് ഫിൽറ്ററിൽ ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് വലുത്. ഓക്കെ, ചെയ്തോ. ഇതിന്റെ ഗെയിൻ ഇനി കണ്ടുപിടിക്കണം. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഗെയിൻ കണ്ടുപിടിക്കണം. റബീഹ ഒന്ന് മൈക്കോണാക്കി. അല്ല, ഇത് മനസ്സിലാകുന്നുണ്ടോ പറയുന്നൊക്കെ? ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയോ? ചെയ്തോ. സ്പീഡിൽ ചെയ്യ, ഗെയിൻ വേഗം കണ്ടുപിടിച്ചു. നിങ്ങൾ ഇവിടെ നോക്കുക. ഹൈ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഇൻപുട്ട് സിഗ്നല് കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്തിട്ടേ ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലേക്ക് ചെല്ലുള്ളൂ. അതേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ, അതൊരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്തിട്ട് ഓപ്പാമ്പിലേക്ക് ചെല്ലും. കപ്പാസിറ്റർ അവിടെ ഫീഡ്ബാക്ക് ആയിരിക്കും. ഹൈ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യും, അവിടെ റെസിസ്റ്റൻസ് ഫീഡ്ബാക്ക് ആയിരിക്കും. റെസിസ്റ്റൻസ് അവിടെ ഫീഡ്ബാക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ആയിരിക്കും. ഞാൻ ഫീഡ്ബാക്ക് എന്നാട്ടോ പറഞ്ഞത്, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താലും അതൊരു ഫീഡ്ബാക്ക് ആണ്, ഫീഡ്ബാക്ക് പാത്തായിരിക്കും അത്. ഗെയിന്റെ ഇക്വേഷൻ ആർക്കെങ്കിലും കിട്ടിയോ? ഓപ്പാമ്പിൽ നിന്ന് എന്തായാലും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വരും കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഉണ്ട്, കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസ് ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് പോകുന്ന റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് ഓപ്പാമ്പിന്റെ ഇൻപുട്ട് വരെയുള്ള ആ പാത്തിന് ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ്. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? നമുക്ക് പല രീതിയിൽ സർക്യൂട്ട് തരും, ഇങ്ങനെ തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോ പാസ് ഫിൽറ്റർ ആണ്, അല്ലെങ്കിൽ ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ ഇങ്ങനെ കുറെ തരണം നിർബന്ധമൊന്നുമില്ല. കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എഫ് സി ഈക്വൽ ടു 1/2πr1c1. ഈ R1 എന്ന് പറയുന്നത് ഇൻപുട്ടിനും നമ്മളുടെ സിഗ്നലിനും ഓപ്പാമ്പിന്റെ ഇൻപുട്ടിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ്. ഇവിടെ 1 2 തരാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? R1 എന്ന് പറയുന്നത് ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം തരുവാണ്.
നിങ്ങൾ വരയ്ക്കണ്ട. ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ റെസിസ്റ്റൻസ് വന്നു. ദെൻ നിങ്ങളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ഈ റെസിസ്റ്റൻസ് കൂട്ടരുത്. നിങ്ങൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നിങ്ങളുടെ ഇൻപുട്ടിനും ഓപ്പാമ്പിന്റെ ഇൻപുട്ടിനും ഇടയ്ക്ക് വന്നിരിക്കുന്ന റെസിസ്റ്റൻസേ കൂട്ടാവുള്ളൂ. ഓക്കെ. അതേപോലെ കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തിലെ കപ്പാസിറ്റർ എടുക്കാവുള്ളൂ. കപ്പാസിറ്റർ വേറെ എവിടെയെങ്കിലും തന്നു എന്ന് പറഞ്ഞ് എടുക്കരുത്. ഒരു പ്രോബ്ലം ഉണ്ട്, ചെയ്യിപ്പിക്കാം, ഇപ്പൊ മനസ്സിലാവും. ഓക്കെ, ചെയ്തോ. ഇതിന്റെ ഗെയിൻ കിട്ടിയോ? സമീഹ, ഇതിന്റെ ഗെയിൻ എന്താ കിട്ടിയേ? സമീഹ, ഷാമിലേക്ക് എന്താ ഗെയിൻ കിട്ടിയേ? ഷാമില, മൈക്കൊന്നും ഓണാക്കി. അതിനെ നമ്മുടെ ഇൻ ടേംസ് ഓഫ് എഫ് ആൻഡ് എഫ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യും. വേഗം പറ. എഫ് ആൻഡ് എഫ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ പാട്? ഷാമില, പറ. ഞാൻ അതിന്റെ മോഡുലസ് എടുത്തു. മോഡുലസ് എടുക്കുമ്പോൾ അണ്ടർ റൂട്ട് 1 പ്ലസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ലോ പാസ് ഫിൽട്ടർ ഇത് നേരെ തിരിഞ്ഞിട്ടായിരുന്നു, എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇവിടെ നമുക്ക് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. ഓക്കെ, ഈ ആൻസർ കിട്ടിയോ? ഇനി ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു തരണോ? കമന്റ് ചെയ്യണേ. ബാക്കിയുള്ളവർക്ക് സമീഹ, റബീഹ, മുഹ്സിന എന്താ കിട്ടാതെ? കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ രീതി ചെയ്താൽ മതി. എ എഫ് എന്ന് പറയുന്നത് കൊള്ളാം. എ എഫ് എന്ന് പറയുന്നത് ഞാനിവിടെ പറയുന്നത് നമ്മളുടെ ഓപ്പാമിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 പ്ലസ് ആർ എഫ് ഡിവൈഡ് ബൈ R1 ആണ്. ഇവിടെ R1 വരെ R ഡാഷ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ വി എ. വി എ എന്ന് പറയുന്നത് ഇവിടെയുള്ള വാല്യൂ ആണ്, വി എ. ദെൻ വി എ കണ്ടുപിടിക്കണം. ഇതിനെ ഒരു വോൾട്ടേജ് ഡിവൈഡർ ആക്കി കൺവേർട്ട് ചെയ്യുക. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് സി ആണ്. വി എ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ മുഹ്സിന, സുനു. വി എ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ. വൺ ബൈ ജെ ഒമേഗ സി വൺ. ദെൻ വി എ എന്ത് കിട്ടും? എൽ സി എം ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ വി ഇൻ ഇൻറ്റു ജെ ഒമേഗ R1 C1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ R1 C1 കിട്ടും. ഇനി അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു മിനിറ്റ്.
ഇങ്ങനെ ചെയ്താലേ കിട്ടില്ല. 1/j⍵c1 അല്ലേ. ഞാൻ ഈ R1 താഴത്തേക്ക് കൊണ്ടുവരുവാണ്. R1 ഞാൻ താഴത്തേക്ക് കൊണ്ടുവരുവാണ്. വി ഇൻ അങ്ങനെ ചെയ്താൽ കിട്ടുമായിരിക്കും. ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യുവാണ്. ഞാൻ R1 താഴത്തേക്ക് എടുത്തു. R1 താഴത്തേക്ക് എടുക്കുമ്പം 1+1/j⍵R1C1 കിട്ടൂലോ. ഞാൻ മേളിലും താഴെ R1 വെച്ച് ഡിവൈഡ് ചെയ്തു. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ എഴുതാലോ. ഇതിലാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ഇതെന്ത് കിട്ടും? വി ഇൻ ഡിവൈഡഡ് ബൈ 1+, ഇവിടെ തന്നെ ഞാൻ ഈ ജെ എന്ന് പറയുന്നത് ഐ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജെ എന്ന് പറയുന്നത് ഐ തന്നെയാണ്, ഇമാജിനറി ടേമിന്റെ ഐ. അപ്പൊ 1/j എന്നുള്ളത് 1/i ആണ്. 1/i എന്ന് പറയുന്നത് -i അല്ലേ. അപ്പൊ -j എന്ന് കൊടുക്കാലോ. നമ്മൾ കോംപ്ലക്സ് a+ib എന്ന് എഴുതുന്നില്ലേ, അതിൽ ഐ തന്നെയാണ് ജെ. ചില പുസ്തകത്തിൽ ജെ എന്ന് റെപ്രസെന്റ് ചെയ്യും, ചില പുസ്തകത്തിൽ ഐ എന്ന് റെപ്രസെന്റ് ചെയ്യും. അത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഈ 1/j മേളിലേക്ക് എടുക്കുമ്പോൾ -j വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ω⍵R1C1. ഒമേഗനെ എനിക്ക് 2πf എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. ഒമേഗനെ എനിക്ക് 2πf എന്ന് എഴുതാം. എനിക്ക് വി എ ഈക്വൽ ടു വി ഇൻ ഡിവൈഡ് ബൈ 1 - j ഇൻറ്റു 2πf ഇൻറ്റു R1C1 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു വി എ ഈക്വൽ ടു വി ഇൻ ഡിവൈഡ് ബൈ 1 - j ഇൻറ്റു FC/f എന്ന് എഴുതാം. ദെൻ ആ വി എ എടുത്ത് ഞാൻ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് V0 ഡിവൈഡ് ബൈ വി ഇൻ ബൈ 1 - j ഇൻറ്റു FC/f ഈക്വൽ ടു AF എന്ന് കിട്ടും. V0 ഡിവൈഡ് ബൈ വി ഇൻ ഈക്വൽ ടു AF ഡിവൈഡ് ബൈ 1 - j ഇൻറ്റു FC/f എന്ന് കിട്ടും. ഇതിന്റെ മോഡുലസ് A-IB-യുടെ മോഡുലസും √(a² + b² ആണ്. അപ്പൊ ആ മോഡുലസ് എടുത്താൽ മതി. AF ഡിവൈഡ് ബൈ √(1 + FC ഡിവൈഡ് ബൈ f ഹോൾ² എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ, വേറെന്താ അറിയാനുള്ള? വേറൊന്നും അറിയാനില്ല. ഒരു പ്രാക്ടിക്കൽ ഓപ്പാമ്പ്, പ്രാക്ടിക്കൽ ഹൈപാസ് ഫിൽട്ടർ. പ്രാക്ടിക്കൽ ഹൈപാസ് ഫിൽട്ടർ. പ്രാക്ടിക്കൽ ഹൈപാസ് ഫിൽട്ടർ. നിങ്ങൾ ഏതാണ് ഫീഡ്ബാക്ക് എന്ന് നോക്കിയാൽ മതി. കപ്പാസിറ്റർ ഫീഡ്ബാക്ക് ചെയ്താൽ ലോ പാസ് ഫിൽട്ടർ, റെസിസ്റ്റൻസ് മാത്രമേ ഫീഡ്ബാക്കിലുള്ളെങ്കിൽ ഹൈ പാസ് ഫിൽട്ടർ. അത്രേ ഉള്ളൂ.
ഓക്കെ, കൂടുതലൊന്നും എഴുതാനില്ല, പ്രോബ്ലത്തിലേക്ക് വരാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ടൈം varying signal, a time varying signal V input is fed to an op-amp, fed to an op-amp with output V naught as shown in the figure. ഇതാണ് സർക്യൂട്ട്. The circuit implements the circuit implements the circuit implements a option A high pass filter with FC equal to 16 Hz. AB high pass filter with FC equal to 100 Hz. Option C low pass filter with FC equal to 16 Hz. Option D low pass filter with cutoff frequency FC equal to 100 Hz. ഇതാണ് ചോദ്യം. റബീഹ മയക്കുന്നുണ്ടെങ്കിൽ റബീഹ റബീഹ ഈ പ്രോബ്ലം ചെയ്യണം. നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക ലോ പാസ് ആണോ ഹൈ പാസ് ആണോ എന്ന്? റബീഹ ഓക്കെ. സമീഹ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക ലോ പാസ് ആണോ ഹൈ പാസ് ആണോ എന്ന്?
ഷാമില, നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക ലോ പാസ് ആണോ ഹൈ പാസ് ആണോ എന്ന്? ഇൻപുട്ട് കൊടുക്കുന്നത് റെസിസ്റ്ററിലൂടെ അല്ലേ? ആ, ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഒരു റെസിസ്റ്ററിലൂടെയാണ്. പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക് പാത്തിലാണ് കപ്പാസിറ്റർ. ദെൻ ഇതെന്തായിരിക്കും? ലോ പാസ് ആയിരിക്കും. അത്രയും നോക്കിയാൽ മതി. ബാക്കി ഇവിടെ വേറെ റെസിസ്റ്റൻസോ വേറെ സാധനമോ അതൊന്നും നമുക്ക് അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു റെസിസ്റ്റൻസിലൂടെയാണ്. അതും ശരിക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഫീഡ്ബാക്ക് കപ്പാസിറ്റർ വെച്ച് ഫീഡ്ബാക്ക് ചെയ്താൽ ലോ പാസ് ഫിൽട്ടർ. കപ്പാസിറ്റർ വെച്ച് ഫീഡ്ബാക്ക് ചെയ്താൽ ലോ പാസ് ഫിൽട്ടർ. കപ്പാസിറ്റർ വെച്ച് ഇൻപുട്ടിലേക്ക് കൊടുത്ത ഹൈ പാസ് ഫിൽട്ടർ. അതാണ് ശരിക്കും. കാരണം ഈ റെസിസ്റ്റൻസ് ഹൈ ഫ്രീക്വൻസിനെ ലോ ഫ്രീക്വൻസിനെ കടത്തിവിടും. ആക്ച്വലി നമ്മുടെ റെസിസ്റ്റൻസ് അല്ല ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്, കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിനാണ് ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി എന്ന വേർതിരിവുള്ളത്. റെസിസ്റ്റൻസിന് അങ്ങനെയൊന്നുമില്ല, ആരെയും കടത്തിവിടും. അപ്പം കപ്പാസിറ്റർ വെച്ച് ഇൻപുട്ടിലേക്ക് കൊടുത്താൽ ഹൈ പാസ്, കപ്പാസിറ്റർ വെച്ച് ഫീഡ്ബാക്ക് ചെയ്താൽ ലോ പാസ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ കപ്പാസിറ്റർ വെച്ച് ഫീഡ്ബാക്ക് ചെയ്തേക്കുവാണ് ലോ പാസ് ഫിൽട്ടർ. ദെൻ അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടെത്താനുള്ള ഇക്വേഷൻ 1/2π R1 C1. C1 എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നമില്ല, 1 മൈക്രോഫാരഡ് ആണ്. R1 എന്ന് പറയുന്നത് ഇൻപുട്ടും ഓപ്പാമ്പിന്റെ ഇൻപുട്ടിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ്. അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇൻപുട്ടിനും ഓപ്പാമ്പിന്റെ ഇൻപുട്ടിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ് R1. 1/2π into 1K into 1 മൈക്രോഫാരഡ്. ഇതെന്താ ആൻസർ കിട്ടുക? ആണ് കേട്ടോ. ആണല്ലോ. അത് ആർക്കെന്തെങ്കിലും തെറ്റിയതായിരിക്കും കേട്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരിക്കും. ചിലപ്പോൾ 10K എല്ലാം ആയിരിക്കും. എന്തായാലും ഇതിന്റെ ആൻസർ 16 ഹെർട്സ് ആണ്. നിങ്ങൾക്ക് 160 അല്ലേ കിട്ടുക? 160 അല്ലേ കിട്ടുക? 1000/2π എത്രയാ? 1000/2π 160 ആണ്. അത് ചിലപ്പം 10K, ഇവിടെ 10K എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിരിക്കും. നമുക്ക് ഈ റെസിസ്റ്റൻസ് എടുക്കുക. നോക്കേണ്ടി വരും. ആ റെസിസ്റ്റൻസ് തന്നെ എടുക്കുക, അതിൽ ഡൗട്ട് ഇല്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിരിക്കും. അപ്പോൾ നിങ്ങളോട് 10K ആക്കിക്കേ. 10K 16 ഹെർട്സ് ആണ് ആൻസർ. ലോ പാസ് ഫിൽട്ടർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഈക്വൽ ടു 16 ഹെർട്സ്. ഓക്കെ, ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് in the op-amp circuit, in the op-amp, Vin is a sinusoidal input frequency, sinusoidal signal
with input frequency with input frequency 10 hertz and V naught is the output. The the magnitude of gain and phase shift and the phase shift is option A 5 root 2 and pi by 2, option B 5 root 2 and minus pi by 2, option C 10 and 0, option D 10 and pi. ചെയ്തോ ഓ സോറി ഇതൊന്നുമില്ലല്ലോ അല്ലേ സോറി ചെയ്തോ മോസിനാസിനോ അയക്കൊന്ന് ഓണാക്കിയേ sir. ഇത് ഏത് ഫിൽറ്ററാ Low pass. ലോ പാസ് ഫിൽറ്റർ ഇതിന്റെ ഫേസ് ഡിഫറൻസിനുള്ള ഇക്വേഷൻ എന്താ Tan inverse F by FC. തിരിഞ്ഞു പോയില്ലല്ലോ ഉറപ്പല്ലേ Ah. tan inverse F by FC F എന്താ F 10 ഹെർട്സ് FC എന്താ 10 to the power 5 into 2 pi അല്ലേ ആ, sure. ഇതിപ്പോ എങ്ങനെ ചെയ്യും sin by cos
പിന്നെ ആകെ പ്രശ്നമാണ്. പ്രശ്നമാണ്, പ്രശ്നമാണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ആൻസർ ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാന്ന് പറഞ്ഞല്ല, കാൽക്കുലേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആൻസറിലേക്ക് എത്താൻ. ഉം. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അടിയിലത്തെ ടേം വളരെ വലുതാണ്. സോ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ദെൻ ഇതിന്റെ അകത്ത് അപ്രോക്സിമേറ്റ് ടു സീറോ എന്ന് കിട്ടും. കിട്ടൂലോ? ഓക്കെ. ഗെയിൻ ഏതാ കിട്ടിയ? ഗെയിൻ ഏതാ കിട്ടിയേ? ചെയ്യുന്നുള്ളൂ. വേഗം ചെയ്യും. ഗെയിനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 10/1. ഓക്കെ, അത് ഓക്കെയാണ്. 10/√1+f/fc അല്ലേ, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ 0 എന്ന് കൊടുക്കാം. ഇത് അപ്രോക്സിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. ഗെയിൻ ഈക്വൽ ടു 10 കിട്ടും. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു f/fc എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. എന്തായാലും 5√2 എന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല, അത് ഉറപ്പാണല്ലോ. പിന്നെ അപ്രോക്സിമേറ്റ് ചെയ്താൽ നമുക്ക് 10 കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഡയറക്റ്റ് ആൻസർ കിട്ടില്ല, അപ്രോക്സിമേഷൻ എടുക്കണം. f/fc എന്ന് പറയുന്ന റിസൾട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എടുത്താലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗെയിൻ എന്ന് പറയുന്ന സാധനം 10 ആയി, അത് ഓക്കെയാണ്. ഇനി ഫേസ് ഡിഫറൻസ് ആണ് പ്രശ്നം. ഈ ടാൻ-1 എന്ന് പറയുന്നത് ആംഗിൾ 0 ആകാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആംഗിൾ π ആകാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിൽ 0 ആണോ π ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? പറയാൻ എളുപ്പമാണ്. ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അത്രേ ഉള്ളൂ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആകുമ്പം ഫേസ് ഡിഫറൻസ് എന്തായാലും 0 കിട്ടില്ല. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ പയ്യേ ഉള്ളൂ. ആക്ച്വലി നമുക്കിവിടെ പൈ കിട്ടില്ല. പൈ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ ഒരു ഫിൽറ്ററിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഫേസ് ഡിഫറൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഇതിന്റെ ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്ക്, ഒരു സ്റ്റാർ ഒക്കെ വേണമെങ്കിൽ ഇട്ടോ. ഇത് CSIR മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. അപ്രോക്സിമേറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? പറയോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഷാമിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതേ വഴിയുള്ളൂ, വേറെ ഡയറക്റ്റ് ആൻസേഴ്സ് ഒന്നും കിട്ടില്ലത്. ബാക്കിയുള്ള ഒരു സമീഹ, മോസിന, അല്ല, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനത്തെ അപ്രോക്സിമേഷൻ ഒക്കെ എടുക്കണം, വേറെ ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നോക്കട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം എളുപ്പമുള്ള അതൊക്കെ ഞാൻ ചെയ്തു.
ഒരു ചോദ്യം, ഒരു നോട്ട്. ഫൈൻഡ് ദ ഗെയിൻ. ഇതിന്റെ ഗെയിൻ എന്താ? ഇതിന്റെ ഗെയിൻ എന്താ? ഇതിന്റെ ഗെയിൻ 1 ആണ്. ഇതാണ് ബഫർ സർക്യൂട്ട്. ബഫർ അതായത് R1 1 എന്നിട്ട് കൊടുത്താൽ മതി. അല്ല R1 1 എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. 1 എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ലേ? ഈ പോയിന്റിൽ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. ഈ രണ്ട് പോയിന്റിലും ഒരേ വോൾട്ടേജ് ആയിരിക്കണം. അങ്ങനെ V0 ഈക്വൽ ടു V എന്ന് എഴുതാലോ. ഇവിടെ R1 1 എന്നിട്ട് കൊടുത്തിട്ടല്ലാട്ടോ ആൻസർ വരുന്നത്. ഇതൊരു സാധാ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഇവിടെ ഉള്ള വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. അത് അങ്ങനെയാണ്. ഇതിന്റെ ഗെയിനോ? ഇതിന്റെ ഗെയിൻ എന്താ? രണ്ടാമത് വരച്ച സർക്യൂട്ടിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്, വേറൊന്നും. ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്, വേറെ ഒന്നും നോക്കണ്ട. മൂസിന സുനു മൈക്കൊന്ന് ഓണാക്കിയ. മൂസിന, ഫസ്റ്റ് സർക്യൂട്ടിൽ നമുക്ക് ഗെയിൻ 1 ആയത് എങ്ങനെയാ? അതായത് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ്. ഇവിടെ എന്ത് വോൾട്ടേജ് ആണോ അത് തന്നെ ഇവിടെയും കിട്ടും. അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ സർക്യൂട്ടില് ഇവിടെയുള്ള വോൾട്ടേജ് എന്താ? അത് ഗ്രൗണ്ട് ചെയ്തിട്ടല്ലേ? ഇവിടെ വീൻ ഗ്രൗണ്ട് ചെയ്തിട്ടൊന്നും ഇല്ല. ഇത് വീൻ ഇവിടെയുള്ള വോൾട്ടേജ് എന്താ? വീന് തന്നെ. അപ്പൊ ഗെയിൻ ഇവിടെ 1 ആയിരിക്കും. ഇതും ബഫർ ആണ്. ഓക്കെ, ഇനി ഞാൻ പ്രോബ്ലത്തിലേക്ക് വരാം. അധികം ആരും ചെയ്യാത്തൊരു പ്രോബ്ലം ആണ്. ഏത് വർഷം ചോദിച്ചു എന്ന് ഓർക്കുന്നില്ല. പ്രോബ്ലം ഇതാണ്. ദ ഇന്നർ ഷീൽഡ് of a triaxial conductor is driven by an op-amp follower circuit.
the effective capacitance between signal carrying conductor and ground is. ഈ നടുക്കൂടെ പോകുന്നതാണ് സിഗ്നൽ ക്യാരിയിങ് കണ്ടക്ടർ. ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ, രണ്ട് പ്ലേറ്റ് അങ്ങനെ ചിന്തിച്ചാൽ മതി. രണ്ട് പ്ലേറ്റ്, അതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പാമ്പ് വയ്ക്കുന്നു. കപ്പാസിറ്ററിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നാണ് ഇവരുടെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ unaffected, option B doubled, option C half, ഓപ്ഷൻ ഡി മെയ്ഡ് സീറോ. ഇതാണ് ചോദ്യം. കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താ? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഈക്വൽ ടു എ വി ബൈ ഡി അല്ലേ? എ വി ബൈ ഡി. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റൻസ് ആണ്. ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പാമ്പ് എടുത്ത് വെക്കുന്നു. എന്ത് ഓപ്പാമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്? ബഫറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ബഫർ ഒന്നും ചെയ്യില്ല, ബഫറിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അതേപോലെ തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അൺഅഫക്റ്റഡ്. വേറെ ഒന്നും ഇവിടെ നോക്കാനില്ല. ഇവിടെ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എയും ഡിയും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഓപ്പാമ്പിന് മുമ്പുള്ള ഏരിയയും ഓപ്പാമ്പിന് മുമ്പുള്ള ഡിയും തന്നെയാണ് ഇവിടെ ഉള്ളത്. ആകെ ഇവിടെ ഓപ്പാമ്പിന് വ്യത്യാസം വരുത്താൻ പറ്റുന്നത് വോൾട്ടേജിലാണ്. ഈ ബഫർ ആയതുകൊണ്ട് വോൾട്ടേജിനെ ഒന്നും ചെയ്യില്ല ഓപ്പാമ്പ്. ദെൻ കപ്പാസിറ്റൻസിനോ? അപ്പൊ അതിനൊന്നും മാറ്റം വരില്ല. ആൻസർ അൺഅഫക്റ്റഡ്. ഇതൊരു പ്രീവിയസ് CSER ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പാമ്പിന്റെ ഭാഗത്തു നിന്ന് പാടുള്ള ക്വസ്റ്റ്യൻ. ഇത് പാടൊന്നും അല്ല, പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ, പാടായിട്ട് തോന്നാവുന്നത്. ബാക്കിയൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ചോദ്യം എഴുതൊന്നും വേണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഒരു ആർ സി നെറ്റ്വർക്ക് 30 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കും. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഒരു ആർ സി നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ടോട്ടൽ സർക്യൂട്ട് ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, കേട്ടാൽ മാത്രം മതി, ഈ ടോട്ടൽ നെറ്റ്വർക്ക് ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ആർ സി വേണം എന്നാണ് അവരുടെ ചോദ്യം.
ഒരു ഓസിലേറ്ററിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 360 ആണ്. 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി, ഇത്രേ ഉള്ളൂ. ഇത്ര ചോദ്യത്തിൽ നിന്ന് ഈ ഓസിലേറ്ററിന്റെ ഫേസ് ഡിഫറൻസ് ഒന്നും അവർ തന്നിട്ടില്ല. ചോദ്യം ഇതാണ്: ഒരു RC നെറ്റ്വർക്ക് 30 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കും. നമ്മളൊരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിലേക്ക് RC നെറ്റ്വർക്ക് കണക്ട് ചെയ്യുവാണ്. എത്ര RC നെറ്റ്വർക്ക് കണക്ട് ചെയ്താലാണ് അതൊരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് ചോദ്യം. ആൻസർ എന്തായിരിക്കും? ഷാമിലെ ആൻസർ എന്തായിരിക്കും? ഷാമില മൈക്കോണാക്കി. ഷാമില ഏ 6 ആണ്. എന്തുകൊണ്ടാ? കോമൺ എമിറ്റർ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. ഒരു RC 30 ഡിഗ്രി ഉണ്ടാക്കും. അപ്പൊ 6 × 30 ഡിഗ്രി 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെയും ചേർന്നിട്ട് 360 ഡിഗ്രി ഉണ്ടാക്കും. ആൻസർ 6. ഓക്കെ, ഇത് മതി. അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാനേ. നാളെ രാവിലെ ഞാൻ പറ്റുമെങ്കിൽ 2 റെക്കോർഡഡ് ക്ലാസ് ഇടും, അതൊന്ന് കേൾക്കണം. അതിനുശേഷം വൈകിട്ട് അതിന്റെ ഡിസ്കഷൻ ആയിരിക്കും. നാളെ ഞാൻ ED ആട്ടോ എടുക്കുക. ED സ്റ്റാറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അല്ലാത്ത ലീവ് ചെയ്യാം. താങ്ക് യു.